നമസ്കാരം. മലയാളി പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് റദ്ദാക്കൽ. കേരളത്തിലേക്കുള്ള സർവീസിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളും കുറച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 9 മുതൽ തുടങ്ങുന്ന സർവീസ് വെട്ടിച്ചുരുക്കൽ മാർച്ച് 25 വരെയാണ് തുടരുന്നത്. ഗൾഫ് പ്രവാസികളെയാണ് എയർ ഇന്ത്യയുടെ പുതിയ തീരുമാനം സാരമായി ബാധിക്കുക. ഒമാനിൽ നിന്നുള്ള 14 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ GCC രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസ് വെട്ടിച്ചുരുക്കുമോ എന്ന് വ്യക്തമല്ല. അതേസമയം കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് എയർ ഇന്ത്യ പുനരാരംഭിച്ചേക്കുമെന്ന സൂചനയും വരികയാണ്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരിക്കുന്നത്. ഓഫ് സീസൺ ആയതിനാലാണ് തീരുമാനം എന്നാണ് ട്രാവൽ ഏജൻസികൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 9 രാവിലെ 8:40 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന മസ്കത്ത് വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. മസ്കത്തിൽ നിന്ന് അന്ന് 12:30 തിരുവനന്തപുരത്തേക്കുള്ള വിമാനവും ഉണ്ടാകില്ല. ഫെബ്രുവരി 16 മുതൽ മാർച്ച് 16 വരെ എല്ലാ ഞായറാഴ്ചകളിലും മസ്കത്ത് തിരുവനന്തപുരം സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 17 മുതൽ മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ 6 സർവീസ് ഉണ്ടായിരുന്നത് 4 ആക്കി ചുരുക്കിയിരിക്കുകയാണ്. കൊച്ചിയിലേക്കും സമാനമായ രീതിയിൽ 4 സർവീസ് ആക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടേക്കുള്ള 9 സർവീസുകൾ വെട്ടിയിട്ടുണ്ട്. കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും മസ്കത്തിൽ നിന്ന് സർവീസ് ഉണ്ട്. ഇതിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിലെ പല സർവീസുകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി മാസം 9, 12, 15, 17, 19, 20, 24, 26, 27 തീയതികളിൽ കോഴിക്കോട് സർവീസ് ഉണ്ടാകില്ല എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വേളയിൽ ദിവസവും സമയവും കൃത്യമായി ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ മംഗലാപുരം, ചെന്നൈ, തിരുച്ചിറപ്പള്ളി എന്നീ വിമാനത്താവളങ്ങളിലേക്കുള്ള മസ്കത്ത് സർവീസുകളിലും കുറവ് വരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലുള്ള പലരും മംഗലാപുരം വിമാനത്താവളത്തെയും ആശ്രയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ യാത്ര നിർബന്ധമുള്ളവർ ബദൽ മാർഗം തേടേണ്ടതായി വരും. അതേസമയം കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചേക്കും എന്നാണ് സന്തോഷം നൽകുന്ന മറ്റൊരു വിവരം. സിയാൽ ഉദ്യോഗസ്ഥർ എയർ ഇന്ത്യയുമായി വിഷയത്തിൽ ചർച്ച നടത്തുകയും അനുകൂലമായ ഉറപ്പ് നേടുകയും ചെയ്തു എന്നാണ് സൂചന. മാർച്ച് അവസാനത്തിൽ സർവീസ് അവസാനിപ്പിക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. തുടർന്നാണ് പുതിയ ചർച്ച നടത്തിയത്.